World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. Hello my dear friends, welcome to GK World and PSC. എല്ലാ കൂട്ടുകാർക്കും GK World and PSCയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ സയൻസ് വിഭാഗത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കെമിസ്ട്രി. ഈ കെമിസ്ട്രിയിൽ നമ്മൾ കണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾക്ക് സൗജന്യമായി GK World and PSCയുടെ Unacademy വഴി PSC ക്രാഷ് കോഴ്സുകൾ ലഭ്യമാകുന്നതാണ്. ഇതാണ് എൻ്റെ പ്രൊഫൈല്. ഇതിൽ നിങ്ങൾക്ക് തന്നെ കോഴ്സിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഫോളോ ചെയ്ത് കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ കോഴ്സുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. GK World and PSCയുടെ FB പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ചേരാനുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇനിയും ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യപ്രകാരമുള്ള ക്ലാസ്സുകളെല്ലാം ഞാൻ ചെയ്തു തരുന്നതാണ്. അത് ഏത് ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വൈകിക്കുന്നില്ല, നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മെയിനായിട്ടും അലുമിനിയം എന്ന് പറയുന്ന ആ ഒരു ചെറിയ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതോടൊപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എത്രയാണ് അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത്? അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 13 ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയമാണ്. ആദ്യമായി അലുമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹാൻസക് ഈഴ്സ്റ്റഡ് ആണ് ആദ്യമായി അലുമിനിയം വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. അലുമിനിയം ഉൽപ്പാദിപ്പിക്കാനുള്ള ലളിതമായ മാർഗം കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് മാർട്ടിൻ ഹാൾ. അപ്പോൾ ചാൾസ് മാർട്ടിൻ ഹാൾ ആണ് അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലളിതമായ മാർഗം കണ്ടുപിടിച്ചത്. ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏതാണ്? ലീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതിയാണ് ലീച്ചിങ് എന്ന് അറിയപ്പെടുന്നത്. അഗ്നിശമനകളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ഇത് കഴിഞ്ഞു പോയ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അഗ്നിശമനങ്ങളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ശക്തിയേറിയ കാന്തമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമാണ് അൽനിക്കോ. എന്താണ് അൽനിക്കോ എന്ന് പറയുന്നത്? ശക്തിയേറിയ കാന്തമുണ്ടാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമാണ് അൽനിക്കോ എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് മൊഹ് സ്കെയിൽ. എന്താണ് മൊഹ് സ്കെയിൽ? ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? വജ്രമാണ് ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥം കൊറണ്ടമാണ് ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥം. കൊറണ്ടം രാസപരമായി അലുമിനിയം ഓക്സൈഡ് ആണ്. അപ്പോൾ കൊറണ്ടം എന്ന് പറയുന്നത് രാസപരമായിട്ട് വരുന്നത് അലുമിനിയം ഓക്സൈഡ് ആണ്. വജ്രം ആണ് ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വജ്രത്തിന്റെ കാഠിന്യം വരുന്നത് 10 മൊഹറാണ് വജ്രത്തിന്റെ കാഠിന്യം. കോറണ്ടത്തിന്റെ കാഠിന്യം വരുന്നത് എത്രയാണ്? 9 മൊഹറാണ് കോറണ്ടത്തിന്റെ കാഠിന്യം വരുന്നത്. അടുത്തത് അലുമിനിയത്തിന്റെ നീല നിറം, അത് ധാതുവാണ്. ഏത് അലുമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവാണ്? ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത് എന്താണ്? അലുമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവാണ്. അലക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് വെണ്മ നൽകാനുണ്ട് നീലമായി ഉപയോഗിക്കുന്നതും ഈ ലാപ്പിസ് ലസൂലിയാണ്. എന്താണ്? അലക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് വെണ്മ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നീലമായി ഉപയോഗിക്കുന്നത് ഈ ലാപ്പിസ് ലസൂലിയാണ്. അലുമിനിയത്തിന്റെ നീല നിറമുള്ള ധാതുവാണ് ഈ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത്. പ്രാകൃത്യാലുള്ള അലുമിനോ സിലിക്കേറ്റുകളാണ് മൈക്ക. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
പ്രാകൃതിയാലുള്ള അലുമിനോ സിലിക്കേറ്റ് ആണ് മൈക്ക എന്ന് പറയുന്നത്. റൂബി, സഫയർ എന്നിവ അലുമിനിയത്തിന്റെ ശുദ്ധ രൂപങ്ങളാണ്. റൂബി, സഫയർ എന്നിവ അലുമിനിയത്തിന്റെ ശുദ്ധ രൂപങ്ങളാണ്. അലുമിനിയത്തിന്റെ ശുദ്ധ രൂപങ്ങൾ ഏതെല്ലാമാണ്? റൂബി വരുന്നുണ്ട്, സഫയർ. ഓക്കെ. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആസ്ബറ്റോസ. അപ്പോൾ ആസ്ബറ്റോസ അറിയപ്പെടുന്നത് എന്താണ്? റോക്ക് കോട്ടൺ എന്നാണ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസയാണ്. ഓക്കെ. സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അതും അലുമിനിയമാണ്. അലുമിനിയമാണ് സീഡികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹം. ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹമാണ് അലുമിനിയം. അലുമിനിയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആസിഡിന്റെയും അതോടൊപ്പം തന്നെ ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അലുമിനിയമാണ്. അലുമിനിയമാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്നും പറയുന്നത്. എന്താണ് ആലം എന്ന് പറയുന്നത്? ആലം എന്ന് പറയുന്നത് അലുമിനിയത്തിന്റെ ഡബിൾ സൾഫേറ്റുകളെയാണ് നമ്മൾ ആലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആലം? അലുമിനിയത്തിന്റെ ഡബിൾ സൾഫേറ്റുകളെയാണ് ആലം എന്ന് നമ്മൾ പറയുന്നത്. അതോടൊപ്പം അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന അലുമിനിയ സംയുക്തമാണ് ആലം എന്ന് പറയുന്നത്. ആലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന അലുമിനിയത്തിന്റെ സംയുക്തം ആലമാണ്. അതോടൊപ്പം തന്നെ മോട്ടറായി ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തമാണ് ആലം. അപ്പോൾ മോഡേണായി ഉപയോഗിക്കുന്ന ഒരു അലുമിനിയത്തിന്റെ സംയുക്തമാണ് ആലം എന്ന് പറയുന്നത്. തുണിത്തരങ്ങളിൽ ചായം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മോർഡന്റ് എന്നാണ്. അപ്പോൾ മോർഡന്റ് എന്താണ്? തുണിത്തരങ്ങളിൽ ചായം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് മോർഡന്റ് എന്ന് അറിയപ്പെടുന്നത്. സിഗരറ്റ് ലാമ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അതും അലുമിനിയമാണ്. അലുമിനിയമാണ് സിഗരറ്റ് ലാമ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അതും അലുമിനിയമാണ്. അലുമിനിയത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹവും അലുമിനിയമാണ്. അപ്പോൾ അലുമിനിയത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഗരറ്റ് ലാമ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, അതോടൊപ്പം റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. കളിമണ്ണിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ലോഹമാണ് അലുമിനിയം എന്ന് പറയുന്നത്. അടുത്തത്, ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് അസ്റ്റാറ്റിൻ. എന്താണ് അസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്? ഏറ്റവും അപൂർവമായിട്ട് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹമാണ്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ്? അത് ചെമ്പാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞതോ? ലിഥിയമാണ്. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹമാണ് ക്രോമിയം എന്ന് പറയുന്നത്. ദ്രാവിക്കല്ലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹമാണ് ഇറീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അസ്റ്റാറ്റിൻ. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹമാണ് ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയമാണ്. ദ്രാവിക്കല്ലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം ഏതാണ്? ഇറീഡിയമാണ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയത്തെയാണ്. ഏറ്റവും വിലയേറിയ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് റോഡിയവും പ്ലാറ്റിനവുമാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങളാണ് മെർക്കുറി, ഫ്രാൻഷ്യം, സീസിയം ആൻഡ് ഗാലിയം. ദ്രാവകാവസ്ഥയിലുള്ള ആ ലോഹമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. കൃത്യമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലോഹം ഏതാണ്? ടെക്നീഷ്യം. ടെക്നീഷ്യമാണ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലോഹം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഇറീഡിയത്തെയാണ്. ഏറ്റവും വിലയേറിയ ലോഹങ്ങൾ ഏതാണ്? റോഡിയവും പ്ലാറ്റിനവും. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? മെർക്കുറി, ഫ്രാൻഷ്യം, സീസിയം, അതോടൊപ്പം തന്നെ ഗാലിയം. ദ്രാവകാവസ്ഥയിലുള്ള ആ ലോഹം ഏതാണ്? ബ്രോമിൻ. കൃത്യമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ലോഹമാണ് ടെക്നീഷ്യം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ഫാക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇതിപ്പോൾ കെമിസ്ട്രിയുടെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു കോഴ്സിൻ്റെ ഫുള്ളും നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അത് ഫുൾ കോഴ്സുകളും ലഭ്യമാകുന്നതാണ്. ഈ ഒരു കോഴ്സിൽ 5 ലെസൺസ് ഉണ്ട്. 5 ലെസൺസ് നാളെ പബ്ലിഷ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ കോഴ്സും PPT സഹിതം നോട്ട്സ് സഹിതം നിങ്ങൾക്ക് എൻ്റെ അൺഅക്കാഡമി പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആവശ്യപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഞാൻ ബൈക്ക് അതുകൊണ്ട് തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നാളെ പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. Till then, bye and thank you.